ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ PR എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. PR അല്ലെങ്കിൽ ILR എന്നും പറയാറുണ്ട്. അപ്പം ഈ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ടൊന്ന് പറയാം. അപ്പം നമ്മൾ ടയർ 2 ടൈപ്പിലുള്ള വിസയുടെ PR വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ UK എത്തിയിട്ട് 5 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം. UK വർക്ക് വിസയിൽ എത്തിയിട്ട് 5 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മൾ 5 വർഷമായിട്ട് UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് 25 മാർക്കിൻ്റെ ഒരു ടെസ്റ്റാണ്. അതായത് നമ്മൾ 18 മാർക്ക് പാസ് മാർക്ക് നമ്മൾ വാങ്ങി നമ്മൾ പാസ്സായിരിക്കണം. അത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു അതിന് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന് ഉള്ള ടെസ്റ്റ് കൊടുത്ത് നമ്മൾ പാസ്സായി വെക്കാം. കാരണം എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണമെന്ന് ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അതിനെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ എംപ്ലോയർ നമുക്ക് തരണം. അപ്പം എംപ്ലോയർക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് PR അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് അത് തരും. അതിനകത്ത് നമ്മളുടെ 5 വർഷത്തെ ലീവ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ സാലറി ഡീറ്റെയിൽസ്, നമ്മൾ ഏത് ജോബ് കാറ്റഗറിയാണ്, അതെല്ലാം വെച്ചിട്ടൊരു ലെറ്റർ അവർ നമുക്ക് തരും. ഇതിന് ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ UK 5 വർഷം തികയുന്നതിന് 28 ദിവസം മുമ്പ് മുതൽ നമുക്കിതിനെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഒരു മിനിമം സാലറി റിക്വയർമെൻ്റ് ഉണ്ട്. ഇതും നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് എലിജിബിലിറ്റിക്ക് വേണ്ടിയ കാര്യങ്ങൾ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് വരുന്ന പേജാണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം താഴേക്ക് നീക്കുമ്പോൾ അപ്ലൈ നൗ ഉണ്ട്. അപ്ലൈ നൗ പ്രസ് ചെയ്യുക. ആർ യു കറൻറ്റ്ലി ഇൻ UK ചോദിക്കുന്നു. യെസ് പ്രസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഹോം ഓഫീസിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ, സേവ് ആൻഡ് കണ്ടിന്യൂ. ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുന്ന ആളുടെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. ആ മെയിൽ ചെക്ക് ചെയ്തിട്ട് ആ ലിങ്ക് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് ആരുടെയാണെന്ന് ചോദിക്കുന്നു. അത് ആപ്ലിക്കൻറ്റിൻ്റെ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, നോ, സേവ് ആൻഡ് കണ്ടിന്യൂ. വിച്ച് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ? ILR ചോദിക്കുന്നുണ്ട്. സ്കിൽഡ് വർക്കർ, ടയർ 2 ഓർ ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ. നഴ്സുമാരുടെ എല്ലാം അതാണ് വരുന്നത്. ഇൻ വിച്ച് മൈഗ്രൻ്റ് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ ILR എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്കിൽഡ് വർക്കറാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ആദ്യം ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കൻറ്റിൻ്റെ നെയിം, ബാക്കിയുള്ള ഡീറ്റെയിൽസും അവിടെ ഫില്ല് ചെയ്യണം. ഇനി അതർ നെയിം ചോദിക്കുന്നു. നോ. ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഫോൺ നമ്പർ കൺഫേം ചെയ്യുക. ഈ ഫോൺ നമ്പർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. UK യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അഡ്രസ്സ് കൺഫേം ചെയ്യുക. പോസ്റ്റ് കോഡ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. നാഷണാലിറ്റി, പ്ലേസ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഇഷ്യൂ ആണ്. കൺട്രി ഓഫ് ഇഷ്യൂ ആണ്, ഞാൻ കൊച്ചിയാണ് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഇഷ്യൂ ഡേറ്റും അതെല്ലാം ഫില്ല് ചെയ്യുക. നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ, ഞാൻ നോയാണ് കൊടുത്തത്. നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ കറണ്ട് അഡ്രസ്സിൽ നമ്മൾ എത്ര നാളായിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ മന്തിലാണ് കൊടുത്തത്, 24 months എന്ന്. ഡേറ്റ് യു ഫസ്റ്റ് എൻറ്റേർഡ് ദി UK, നമ്മൾ ആദ്യമായിട്ട് UK വന്ന എന്നാണെന്നുള്ളത് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. പാസ്പോർട്ടിലോ ടിക്കറ്റോ ഒക്കെ നോക്കി അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക.
അടുത്തത് നമ്മൾക്ക് UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അവർ ചോദിക്കുന്നു. നമുക്ക് വിസ ഉള്ള കാരണം നമ്മൾ യെസ് പ്രസ് ചെയ്തു. അടുത്തായിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, നമ്മളുടെ BRP അല്ലെങ്കിൽ നമ്മളുടെ വിസ എന്ന് വരെ വാലിഡ് ആണ് എന്നുള്ളതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്രൗൺ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ വല്ലതും നമ്മൾ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലാത്ത കാരണം ഞാൻ നോ പ്രസ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് UK ചോദിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. നാട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ UKക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഞാൻ യെസ് പ്രസ് ചെയ്തു. ഇന്ത്യയിലാണ് പോയിട്ടുള്ളത് 2 വട്ടം. അപ്പോൾ അതിൻ്റെ എന്നാണ് പോയേക്കുന്നതിനുള്ള ഡേറ്റ്, എന്നാണ് തിരിച്ചു വന്നേക്കുന്നതിനുള്ള ഡേറ്റ്, ഇതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. എന്തിനാണ് പോയേക്കുന്നതെന്നുള്ളതിൻ്റെ റീസണും കൂടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി അതർ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് UK നോ ആണ്. 2 വട്ടം ഉണ്ടായിരുന്നു. 2 വട്ടത്തെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. എവിഡൻസ് ഓഫ് യുവർ ആബ്സെൻസ് ഫ്രം ദ UK, ഇത് നമുക്ക് എംപ്ലോയർ ഒരു ലെറ്റർ തരുമല്ലോ, അതിൽ നമ്മളുടെ ലീവ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ലായിരിക്കും. അപ്പം അതാണ് ലെറ്റർ ഫ്രം എംപ്ലോയർ. ഫസ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതർ കൺട്രീസ് യു ഹാവ് ലിവ്ഡ് ഇൻ, യെസ് പ്രസ് ചെയ്ത് നമ്മൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. റീസൺ യു ലിവ്ഡ് ദെയർ ചോദിച്ചതിൽ ഞാൻ കൺട്രി ഓഫ് ബർത്ത് എന്നാണ് കൊടുത്തത്. അഡീഷണൽ കൺട്രീസ് യു ഹാവ് ലിവ്ഡ് ഇൻ, എനിക്ക് വേറെ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ നോ പ്രസ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഫില്ല് ചെയ്യുക. ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്, ഇതിന് വാലിഡിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ നേരത്തെ തന്നെ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ ടെസ്റ്റ് കൊടുക്കുകയും ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം പ്രോബ്ലം സ്പോൺസർ ലൈസൻസ് നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് സ്പോൺസർ ലൈസൻസ് നമ്പർ കൊടുക്കുക. അത് നമ്മളുടെ COSലുണ്ടായിരിക്കും, നോക്കി ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് സാലറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾക്ക് HRയിൽ നിന്ന് തരുന്ന ലെറ്ററിനകത്ത് ഒരു SOC കോഡ് കാണും, അതവിടെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് പേജിലെ പേരൻ്റൽ അഡോപ്ഷൻ ലീവ് നോ ആയിരുന്നു, നോ കൊടുത്തു. കൺവിക്ഷൻ ആൻഡ് അതർ പെനാൽറ്റീസ്, ക്രിമിനൽ കൺവിക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം ലാസ്റ്റ് ഓപ്ഷനായി നോ പ്രസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റി, അങ്ങനെ എന്തെങ്കിലും വാർ ക്രൈംസിലോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നോ പ്രസ് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നോ, അത് നോയാണ് കൊടുത്തത്. ടെററിസ്റ്റ് വ്യൂസ് നോ കൊടുത്തു. പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടർ, അതും നോയാണ് കൊടുത്തത്. യുവർ ഹോം ഓഫീസ് റെഫറൻസ് നമ്പർ, നമുക്ക് വേറെ ആപ്ലിക്കേഷനൊന്നും ഹോം ഓഫീസിൽ ഇല്ലാത്ത കാരണം റെഫറൻസ് നമ്പറൊന്നും ഇല്ല, അതുകൊണ്ട് നോ പ്രസ് ചെയ്തു, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്, ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ വാലിഡാണ്, അതുകൊണ്ട് ഞാൻ യെസ് കൊടുത്തു. അതിനുശേഷം ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ലാസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ് വരുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കറക്റ്റാണോ ഒന്നുകൂടെ ഫൈനൽ ചെക്ക് ചെയ്യുക.
അഡീഷണൽ ആപ്ലിക്കൻ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നെക്സ്റ്റായിട്ട് പബ്ലിക് ഫണ്ട് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? നോ. സേവ് ആൻഡ് കണ്ടിന്യൂ. വെരിഫിക്കേഷൻ കൺസെൻറ്റ്. നമ്മൾ കൺസെൻറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഫോം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതും ടിക്ക് ചെയ്യുക. ആ താഴെയുള്ള ബോക്സിൽ ടിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ആ ഫോം, ഡിക്ലറേഷൻ ഫോം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുക. നെക്സ്റ്റ് തേർഡ് പാർട്ടി കൺസെൻ്റ് ആണ്. ഇവിടെ ഞാൻ രണ്ടിടത്തും നോയാണ് പ്രസ് ചെയ്തത്. കാരണം വൈഫിൻ്റെ പേര് മാത്രം ആയിട്ട് ഉള്ള യൂട്ടിലിറ്റി ബില്ലും വൈഫിൻ്റെ പേര് മാത്രമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ ആവശ്യം വരുന്നില്ല ഇവിടെ. അതുകൊണ്ട് രണ്ടിടത്ത് നോ പ്രസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. അഥവാ പാർട്ട്ണറിൻ്റെ പേരും ഇതിനകത്ത് ഏതിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് പ്രസ് ചെയ്ത് അവരുടെ കൺസെൻറ്റ് നമ്മൾ സൈൻ ചെയ്യിക്കേണ്ടതുണ്ട്. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ നെക്സ്റ്റായിട്ട് അതർ ഡോക്യുമെൻറ്റ്സ്. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് അടിയിൽ സേവ് ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യണം. നെക്സ്റ്റ് പേജിൽ നമുക്ക് കൊടുത്ത ആൻസേഴ്സ് നമ്മുടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജാണ്. ഇതെല്ലാം ഒന്ന് നോക്കുക. നെക്സ്റ്റ് ഡിക്ലറേഷനാണ്. ഐ ആം ദ ആപ്ലിക്കൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് പേയ്മെൻ്റ് ആണ്. നോർമലി ഇവിടെ സ്റ്റാൻഡേർഡ് സർവീസ്, പ്രയോറിറ്റി സർവീസ്, സൂപ്പർ പ്രയോറിറ്റി സർവീസ് 3 കാണിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് നോക്കിയപ്പം സ്റ്റാൻഡേർഡ് സർവീസ് മാത്രമേ കാണിക്കുന്നുള്ളായിരുന്നു. ഞങ്ങളൊരു വീക്കെൻഡിലായിരുന്നു ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ പിന്നെയും നോക്കിയപ്പോഴാണ് ഈ 3 സർവീസ് അവിടെ കാണിച്ചത്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പ്രയോറിറ്റി സർവീസാണ് എടുത്തത്. അതിന് 3500 ആയി. 5 ദിവസം കൊണ്ട് അതിൻ്റെ ഡിസിഷൻ വരും. അതാണ് പ്രയോറിറ്റി സർവീസ്. ചിലപ്പോൾ അത് സൈറ്റ് ഡൗൺ ആയ കാരണമായിരിക്കും കാണിക്കാതിരുന്നത്. നെക്സ്റ്റായിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക. ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ് 15 ഒക്ടോബറിന് മുമ്പാണോ അത് കഴിഞ്ഞാണോ വേണ്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ അവരുടെ ഏജൻസി ചേഞ്ച് ആവുമായിരുന്നു. ഒക്ടോബർ 15 ശേഷം വേറൊരു ഏജൻസി ആയിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ വന്നത്. നമ്മളുടെ ഇമെയിലിലേക്ക് ഒരു ആക്സസ് കോഡ് വരും. അതുവഴി നമുക്ക് ഈ തേർഡ് പാർട്ടി ഏജൻസിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്. അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് അവിടെ ബുക്ക് ചെയ്യാം. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്കും ഉണ്ട്. അപ്പോയിൻമെൻറ്റും പെയ്ഡായിട്ടുള്ളതും സ്റ്റാൻഡേർഡ് സർവീസും ഉണ്ട്. ഞങ്ങൾ സ്റ്റാൻഡേർഡ് സർവീസാണ് എടുത്തത്. നമുക്ക് അടുത്തുള്ള ലൊക്കേഷനിൽ നമ്മൾ നോക്കിയിട്ട് അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു ഞങ്ങളുടെ ടൈമിൽ. കുറച്ച് രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാലായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയത്. രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ടൈമിൽ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഇവർ ക്യാൻസലേഷനൊക്കെ എപ്പോഴാണ് അവർ അപ്ലോഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ടൈമിൽ കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മാൻഡേറ്ററി ഡോക്യുമെൻ്റായിട്ട് വരുന്നത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ പേജും, ഫ്രണ്ട് പേജും ബാക്ക് പേജും മാത്രമല്ല, ഫുൾ പേജ് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അതർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് പേ സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എവിഡൻസ് ഓഫ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് BRP ആണ് അപ്ലോഡ് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ കോഡും നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. ട്രാവൽ ഡോക്യുമെൻ്റ് എന്നുള്ളിടത്ത് പാസ്പോർട്ട് സെയിം തന്നെയാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ BRP കാർഡ് ചോദിക്കുന്നുണ്ട്. അവിടെയും BRP കാർഡ് തന്നെ അപ്ലോഡ് ചെയ്തു. പിന്നെ ലെറ്റർ ഫ്രം എംപ്ലോയർ, അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആബ്സെൻസും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എംപ്ലോയർ. ചിലർക്കത് 2 ലെറ്ററായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഞങ്ങൾക്ക് 1 ലെറ്ററായിരുന്നു. അപ്പോൾ അത് അവിടെ അപ്ലോഡ് ചെയ്തു. പിന്നെ ഡിക്ലറേഷൻ ഫോം, അതുപോലെ തന്നെ തേർഡ് പാർട്ടി കൺസെൻറ്റ്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. അവിടെ ഞങ്ങൾ COS 2 COS, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കുഞ്ഞ് ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, യൂട്ടിലിറ്റി ബില്ല്,
ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. ഒരു സേഫ്റ്റിയുടെ പുറത്ത് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. മാൻഡേറ്ററി അല്ല, പക്ഷേങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാവുന്നത് പറഞ്ഞു തരാം. വീഡിയോ പലർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളൊരു ഫ്രൈഡേ ആണ് ഇതിന് അപ്പോയിൻമെൻറ്റിന് പോയത്. ഇതൊന്ന് മൺഡേ ഓർ ട്യൂസ്ഡേ ആണ് റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് ഡിസിഷൻ വന്നു. മീൻസ് ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഡിസിഷൻ വന്നായിരുന്നു. ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.